എസ്തെറ്റിക്കലി ഭയങ്കര രസമുള്ള ഒരു സാധനമാക്കി മാറ്റാൻ പറ്റും. അതായത് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ല രസമായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്ലാസ്റ്ററിങ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫാൾ സീലിംഗ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുവഴി അങ്ങനെയും നല്ലൊരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഏകദേശം 15 മുതൽ 20% വരെ നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സെയിം പണിയാണ് നമ്മളിവിടെ കോൺക്രീറ്റിലും ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ അകത്ത് നമുക്ക് കാവിറ്റീസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് എസ്തെറ്റിക്കലി യൂസ് ചെയ്യാം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അടിയിൽ കമിഴ്ത്തോട് വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചെട്ടികളൊക്കെ ഒത്തിരി നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഫില്ലർ സ്ലാബ് ഉള്ള വീട്ടിൽ താമസിച്ച ആളുകൾക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് പറയാനുണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ? അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം, ഹോം സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫില്ലർ സ്ലാബിനെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്മാർട്ടായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂഫിംഗ് സൊല്യൂഷനാണ് ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് കോൺക്രീറ്റിന് നല്ലൊരു ഇൻസുലേഷൻ കൊടുക്കാനായിട്ട് ഫില്ലർ സ്ലാബിന് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ മെറ്റീരിയൽ കുറയ്ക്കാനും അതുവഴി ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ലർ സ്ലാബ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഫില്ലർ സ്ലാബ്, ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിനെക്കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ അഖിലേഷനും ഹോം സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമേ പറയാം, ഈ ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ഒരു പുതിയ സാധനമൊന്നുമല്ല. പണ്ട് തൊട്ട് നമ്മുടെ നാട്ടിൽ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പോഴും പല ആർക്കിടെക്ട്സും അവരുടെ കൺസ്ട്രക്ഷനിൽ എസ്തെറ്റിക്കലി ആയിട്ടും ഇത്തരത്തിലുള്ള ഹീറ്റ് ഇൻസുലേഷന് വേണ്ടിയിട്ടൊക്കെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വളരെ കൺവെൻഷനലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഒഴിവാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫില്ലർ സ്ലാബ് വെച്ചിട്ട് കഴിഞ്ഞ ഒരു 20 വർഷമോ 15 വർഷമോ കഴിഞ്ഞ വീടുകൾ ഇപ്പോൾ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇനി ഫില്ലർ സ്ലാബ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെ പൊളിച്ച് കളഞ്ഞ് പുതിയത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് അത് സ്യൂട്ടബിൾ ആവുമോ, നമ്മുടെ ബഡ്ജറ്റിന് അത് സ്യൂട്ടബിൾ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു വാം ഹ്യൂമിഡായിട്ട് അതുപോലെ തന്നെ എപ്പോഴും മഴ പെയ്യുന്ന ഈർപ്പം നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ സീറോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് നമുക്ക് ഒരു പരിധി വരെ പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ വൃത്തിയാക്കുക, ക്ലീൻ ആക്കുക, ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം എന്താണ് ഫില്ലർ സ്ലാബ് എന്നുള്ളത് പറഞ്ഞുതരാം. ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഷട്ടറിങ് ഒക്കെ ചെയ്തതിന് ശേഷം അതിനകത്ത് കമ്പിട്ട് മുഴുവനായിട്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് നിറയ്ക്കുന്നത്. അതിന് പകരം നമുക്ക് ആ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ചിരട്ടയോ ഓടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലേ പോട്ടുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റിൻ്റെ എമൗണ്ട് അതിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അതുവഴി നല്ല രീതിയിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ ഒരു സെൽഫ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള കാവിറ്റീസ് കൊടുക്കുന്നത് വഴി കോൺക്രീറ്റ് ഒരു എയർ ഗ്യാപ്പ് വരും. നല്ല രീതിയിൽ കോൺക്രീറ്റിന് ഒരു ഹീറ്റ് ഇൻസുലേഷൻ കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ AC ബ്ലോക്ക് നമ്മൾ പൊട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള കുറേ എയർ ബബിൾസ് ആണ് കാണുക. കുറേ ചെറിയ ചെറിയ ഓട്ടോ പോലെയായിട്ട് കാവിറ്റീസ് കാണാം. അത്തരത്തിലുള്ള എയർ കാവിറ്റീസ് ആണ് അത് നല്ലൊരു ഹീറ്റ് ഇൻസുലേഷൻ മെറ്റീരിയലായിട്ട് മാറും. നമുക്കൊരു AC ബ്ലോക്ക് പുറത്തുനിന്ന് ചൂടടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂടായി അകത്തേക്ക് ചൂട് റേഡിയേറ്റ് ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. നല്ല ഹീറ്റ് ഇൻസുലേഷൻ കപ്പാസിറ്റിൻ്റെ AC ബ്ലോക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോറോത്തേം ബ്ലോക്കുകൾ, അതായത് ഉള്ളിൽ ഹോളോ ആയിട്ടുള്ള ബ്ലോക്കുകൾ. അപ്പോൾ ആ ഒരു സെയിം പണിയാണ് നമ്മളിവിടെ കോൺക്രീറ്റിലും ചെയ്യുന്നത്. കോൺക്രീറ്റിൻ്റെ അകത്ത് നമുക്ക് കാവിറ്റീസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് എസ്തെറ്റിക്കലി യൂസ് ചെയ്യാം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അടിയിൽ കമിഴ്ത്തോട് വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ചെട്ടികളൊക്കെ എന്താ പറയുക തിരിച്ച് വെച്ചിട്ട് നമ്മൾ താഴത്തു നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ ആ ഒരു ചട്ടിയൊക്കെ ആയിരിക്കാം കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺക്രീറ്റിൻ്റെ എമൗണ്ട്, അതുപോലെ തന്നെ റീബാർ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലോറി ബേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർക്കിടെക്ട് ആണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളിൽ ഇത്തരത്തിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ട് കൺസ്ട്രക്ഷൻ നിർത്തുന്നതിനും ഒത്തിരി മെത്തേഡ്സ് പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫില്ലർ സ്ലാബിൻ്റെ യൂസേജ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു ഫില്ലർ സ്ലാബിൽ ഇത്തരത്തിൽ ഓട് മാത്രമല്ല, നമുക്ക് എന്ത് തരത്തിലുള്ള വേണമെങ്കിൽ ഡെബ്രീസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്നുള്ള എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ എസ്തെറ്റിക്കലി അത് എത്രത്തോളം ഭംഗിയെന്നുള്ളത് നമ്മളത് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് അത് യൂസ് ചെയ്യുന്നുള്ളത് പോലെ ഇരിക്കും. നമുക്ക് ഈവൻ വേണേൽ ചിരട്ട യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു മെറ്റീരിയലിനായാലും ഇടയിൽ ഒരു ക്യാവിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹീറ്റ് ഇൻസുലേറ്റർ ആയിട്ട് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കോൺക്രീറ്റിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ പുറത്ത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പെയിൻ്റ് അടിക്കും. അടിയിൽ നമ്മൾ ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ
മെറ്റീരിയലുകൾ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂടിനെ നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫില്ലർ സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷട്ടറിങ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ചട്ടിയോ ചിരട്ടയോ, അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഓട് രണ്ട് രീതിയിൽ, അതായത് ഓട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അത് ഇതിൻ്റെ ഇടയിൽ വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പികൾ മിനിമമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓരോ രീതിയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫില്ലർ സ്ലാബിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു നില വീടുകൾ പലപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലേക്കുള്ള നല്ല രീതിയിൽ, അതായത് ഈ ഫില്ലർ സ്ലാബ് ചെയ്തുകൊണ്ട് മാത്രം വീട്ടിലെ ചൂട് മൊത്തം പോകുന്നല്ല പറയുന്നത്, നല്ലൊരു ശതമാനം ചൂട് നമ്മുടെ ആ വീടിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സ്ലാബ് തന്നെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ഫ്ലാറ്റ് സ്ലാബിൽ നിന്ന് വരുന്ന ഒരു ചൂടിനെ നമുക്ക് ഇത്തരത്തിലുള്ള ഫില്ലർ സ്ലാബ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 15 തൊട്ട് ഒരു 20% വരെ നമുക്ക് കോൺക്രീറ്റിൽ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മാജിക് ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നല്ല രീതിയിൽ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റീബാർ, ഇതിനകത്ത് ഇടുന്ന കമ്പിയുടെ ഒക്കെ ക്വാണ്ടിറ്റി നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തന്നെ മെറ്റീരിയലിൽ നല്ലൊരു കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇത് ഈ പറയുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് റൂഫിംഗ് സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ്, അതായത് ഇത്തരത്തിലുള്ള പോട്ട് കമിഴ്ത്തി വെക്കുക അല്ലെങ്കിൽ ഓട് കമിഴ്ത്തി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഫർദർ പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഫാൾ സീലിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സീലിംഗ് ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര രസമുള്ള ഒരു സാധനമാക്കി മാറ്റാൻ പറ്റും. അതായത് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്ലാസ്റ്ററിങ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫാൾ സീലിംഗ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുവഴി അങ്ങനെയും നല്ലൊരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരേ സമയം നമ്മൾ പലപ്പോഴും ഫാൾ സീലിംഗ് ഒക്കെ ചെയ്യുന്നത് ചൂട് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ്, അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഫാൾ സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പണികളൊക്കെ കുറയുന്ന വഴി നമ്മുടെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷന് നല്ല രീതിയിൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു നോർമൽ കോൺക്രീറ്റ് വളരെ ലോ വെയിറ്റ് അല്ലെങ്കിൽ ലെസ് വെയിറ്റ്, ഒരു സെൽഫ് വെയിറ്റ് ഈ ഒരു സ്ട്രക്ചറിന് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ എന്താ പറയുക കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബഡ്ജറ്റിലൊക്കെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഫൗണ്ടേഷൻ പോലും വളരെ ലൈറ്റ് ആക്കി, അല്ലെങ്കിൽ മൊത്തം കൺസ്ട്രക്ഷൻ്റെ, കാരണം ഫൗണ്ടേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ലൈറ്ററാക്കി വെച്ച് മൊത്തം കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തത്തിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ചൂട് കുറയ്ക്കാൻ പറ്റും, എസ്തെറ്റിക്കലി അത് യൂസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. ഇനി തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു തരത്തിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്രോസസ്സോ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസിൻ്റെ കൂടെ തന്നെ കുറേ ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റൂ. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫില്ലർ സ്ലാബ് നീറ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് എന്ന് പറയുന്നത് മസ്റ്റ് തന്നെയാണ്. നമ്മൾ നോർമലായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ സാധനം ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് വേണം. അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നോർമൽ കോൺക്രീറ്റിൽ പോലും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്താ പറയുക വാട്ടർ പ്രൂഫിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ലീക്ക് പ്രൂഫ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫില്ലർ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കോൺക്രീറ്റ് ആകുന്ന സമയത്ത് ഇത് ലീക്ക് വരാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനും ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് നല്ലൊരു എക്സ്പേർട്ട് ടീം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് റെഗുലർ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്, റെഗുലർ എന്ന് പറയുമ്പോഴേക്കും എല്ലാ ദിവസവും ഒരു മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ല. നമുക്കറിയാം ഒരു വർഷം മഴ കഴിഞ്ഞ് ഒരു വേനലൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷത്തെ മഴ വരുമ്പോഴേക്കും നമ്മുടെ റൂഫിലൊക്കെ മൊത്തം പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഗ്രൗട്ട് ചെയ്തൊക്കെ ക്ലിയർ ആക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പണി ചെയ്തിട്ടില്ലാത്ത പ്രൊജക്റ്റുകളാണ് ഒരു 5, 10 അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോഴേക്കും ഈ ഫില്ലർ സ്ലാബ് മൊത്തം പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ പ്രോപ്പർ അല്ലെങ്കിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫില്ലർ സ്ലാബ് എന്ന് പറയുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോഴേക്കും നമ്മൾ ജനറലായിട്ട് ചെയ്യുന്ന വലിയ സ്പാനുള്ള റൂമുകൾക്ക് ഫില്ലർ സ്ലാബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഇങ്ങനെ തൂങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്, ക്രാക്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ബേസിക്കലി അത്തരത്തിലുള്ള ലാർജ് സ്പാൻ റൂഫിലേക്ക് നമ്മൾ ഫില്ലർ സ്ലാബ് സജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള ചെറിയ സ്പേസ് വരുന്ന സമയത്തേക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂഫിൻ്റെ പുറത്ത് വാട്ടർ ടാങ്ക് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ വെക്കുക, അത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റിലൊന്നും നമ്മൾ ഈ ഒരു ഫില്ലർ സ്ലാബ് യൂസ് ചെയ്യാൻ പറ്റില്ല.
തീർച്ചയായിട്ടും നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഈ ഫില്ലർ സ്ലാബ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ആ ഫില്ലിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഇത്തരത്തിൽ വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള പ്ലാനുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും ഫില്ലർ സ്ലാബ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു ഫില്ലർ സ്ലാബ് സജസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ട് വീട് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളൊരു പോയിന്റുള്ള ആളുകൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും, കാരണം പണ്ടുള്ളൊരു സമയത്തുള്ള ലേബർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നോർമൽ ആളെ കൊണ്ട്, നോർമൽ കോൺട്രാക്ടറെ കൊണ്ട് ഈ ഫില്ലർ സ്ലാബൊക്കെ പഠിപ്പിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നോർമൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചെയ്യുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15-20% മെറ്റീരിയലും എല്ലാ മെറ്റീരിയലും കുറയാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനകത്ത് വേറെ അഡീഷണൽ പണികളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. ഫാൾ സീലിംഗ്, അതുപോലെ തന്നെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഒക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എസ്തെറ്റിക്കലി ഭയങ്കര രസമുള്ള ഒരു സീലിംഗ് നിങ്ങൾക്ക് വീടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ബഡ്ജറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈവൻ ലക്ഷറീസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും അവരുടെ ഏതെങ്കിലും ഒരു ഫോയർ സ്പേസോ ഒരു വരാന്തയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻസ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു സസ്റ്റൈനബിൾ ലുക്ക് തരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഫില്ലർ സ്ലാബ് ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഫില്ലർ സ്ലാബൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ, അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒത്തിരി നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഫില്ലർ സ്ലാബുള്ള വീട്ടിൽ താമസിച്ച ആളുകൾക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് പറയാനുണ്ടാവുക. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളും ഈ ചൂട് കുറയുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഇത് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾക്കും അത് ഒരു ആഡ് ഓൺ ഇൻഫർമേഷൻ ആയിരിക്കും. കാരണം പലപ്പോഴും ഇത് ചെയ്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് ധാരണ കിട്ടുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.